രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട്. കൈക്കൂലിയും കൊള്ളയും അക്രമവും ഉൾപ്പെടെയുള്ള കേസുകളെ രാഷ്ട്രീയ ആരോപണമായി മാത്രം കണ്ടാൽ മതി. എന്നാൽ സ്ത്രീ വിഷയം അങ്ങനെയല്ല. ലൈംഗിക പീഡന പരാതിയും കേസും വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പെരുമ്പാവൂർ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർത്തത് പെണ്ണ് കേസായിരുന്നു. അങ്ങനെയാണ് സീറ്റ് പോലും നിഷേധിക്കപ്പെട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പരാതിക്കാരിയുടെ മൊഴിമാറ്റം. ഒടുവിൽ കേസിൽ എൽദോസ് കുന്നപ്പള്ളി കുറ്റവിമുക്തനുമായി. പരാതിക്കാരിയും 3 സാക്ഷികളും കൂറുമാറിയതോടെയാണ് നെയ്യാറ്റിൻകര കോടതിയുടെ നടപടി. മുൻ MLA എൽദോസ് കുന്നപ്പള്ളി തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പരാതിക്കാരി കഴിഞ്ഞ ദിവസം മൊഴി മാറ്റിയതോടെയാണ് കോടതിയുടെ നടപടി. നെയ്യാറ്റിൻകര കോടതിയിൽ നേരിട്ടെത്തിയാണ് യുവതി മൊഴി നൽകിയത്. പരാതിക്കാരിക്കൊപ്പമുണ്ടായിരുന്ന 2 സാക്ഷികളുടെ മൊഴികളും പ്രതികൾക്ക് അനുകൂലമായി. 2ഉം 3ഉം പ്രതികളും MLAയുടെ സുഹൃത്തുക്കളുമായ റനീഷ, സിപ്പി നൂറുദ്ദീൻ എന്നിവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വിചാരണയ്ക്കിടെ അതിജീവിത കോടതിയോട് പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് പരാതിക്കാരി മൊഴി മാറ്റിയതെന്നതിൽ വ്യക്തതയില്ല. ഇതിന് പിന്നാലെയാണ് എൽദോസ് കുന്നപ്പള്ളിയെ കോടതി കുറ്റവിമുക്തനാക്കിയത്. ഞാൻ അന്ന് പറഞ്ഞു, സത്യം ഒരിക്കൽ ജയിക്കും. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നീതിന്യായ വ്യവസ്ഥയിലും എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ എന്നെ കുറ്റവിമുക്തനാക്കുമെന്ന് ആദ്യമേ പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇത് ഞാൻ എൻ്റെ പാർട്ടിയോടും പറഞ്ഞിട്ടുണ്ട്, പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റും പോലീസുമൊക്കെ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തിയിട്ട് വേണം ഒരാളെ പ്രതി ചേർക്കാനും. അയാളുടെ രാഷ്ട്രീയ ഭാവിയാണെങ്കിലും സ്വന്തം ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഏതായാലും എനിക്ക് നിങ്ങളെല്ലാവരുടെയും നന്ദിയുണ്ട്. ബഹുമാനപ്പെട്ട കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയതിൽ എനിക്ക് ഒരുപാട് നന്ദിയും സന്തോഷമുണ്ട്. സെപ്റ്റംബർ 28 കേസിനാസ്പദമായ സംഭവം നടന്നതെന്നായിരുന്നു പേട്ട സ്വദേശിനിയായ യുവതിയുടെ പരാതി. അന്ന് MLA ആയിരുന്ന എൽദോസ് കുന്നപ്പള്ളി മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. പരാതി പിൻവലിക്കാൻ 30 ലക്ഷം രൂപ എൽദോസ് വാഗ്ദാനം ചെയ്തെന്നും യുവതി വെളിപ്പെടുത്തൽ നടത്തി. തുടർന്ന് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് 2024 മെയ്യിൽ എൽദോസിനെതിരെ കുറ്റപത്രം നൽകി. ബലാത്സംഗം, വധശ്രമം അടക്കമുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു കുറ്റപത്രം. പരാതിക്കാരിയായ യുവതിയെ 1ലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കുറ്റപത്രത്തിൽ പറയുന്നു. എൽദോസിനെ കൂടാതെ 2 സുഹൃത്തുക്കളും കേസിൽ പ്രതികളായിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.